പ്രേക്ഷകരെ, ഈ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളൊക്കെ അടുത്തിരിക്കെ നമുക്കറിയാം ആരോഗ്യ മേഖലയിൽ തുടരെ ഉണ്ടാകുന്ന പലവിധமான വീഴ്ചകളുണ്ട്. ഈ വീഴ്ചകളെയൊക്കെ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിലിന് പിന്നാലെ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ ഈ വലിയ ദുരന്തവും വൻ ആഘാതം ആരോഗ്യ വകുപ്പിനും സർക്കാരിനും ഏൽപ്പിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പരസ്യമായ പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ കക്ഷികൾ. എല്ലാം ബിനിൽ ലീല സാബുവിന്റെ വിവരങ്ങളുമായി. ബിനിൽ, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഉടനീളം പ്രതിഷേധ ദിനമായിരുന്നു. ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിക്കുന്നു, മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാട്ടുന്നു. എല്ലായിടങ്ങളിലും, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലായിടങ്ങളിലും പ്രതിഷേധ പരമ്പരയായിരുന്നു ഇന്നലെ ഉണ്ടായത്. യൂത്ത് കോൺഗ്രസിന്റെ, യൂത്ത് ലീഗിന്റെ തുടങ്ങി എല്ലാ പാർട്ടികളുടെയും. ഇന്ന് എങ്ങനെയാണ് ഈ പ്രതിഷേധമൊക്കെ ഈ പ്ലാൻ ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണ്, എന്താണ് പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട്? സേതു, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയായ തൈക്കാട് ഹൗസിന് മുന്നിലാണ്. ഇന്നലെ ഇവിടേക്കാണ് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും പ്രതിഷേധവുമായി എത്തിയത്. വലിയ പ്രതിഷേധമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. മന്ത്രി ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല, കോട്ടയത്താണ് ഉണ്ടായിരുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഇവിടേക്ക് എത്തിയത്. എങ്കിൽ പോലും ഇന്നലെ വലിയ പ്രതിഷേധം ഇവിടേക്കുണ്ടായിരുന്നു. പോലീസ് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ചെയ്തത്. ഇന്ന് ഇവിടേക്ക് പ്രതിഷേധമുണ്ട്. ഇന്ന് BJP രാവിലെ 11 മണിക്ക് പ്രതിഷേധവുമായി ഇവിടേക്ക് എത്തും. അതോടൊപ്പം മുസ്ലിം യൂത്ത് ലീഗിന്റെയും അവരുടെയും പ്രതിഷേധം ഇന്ന് ഉണ്ടാകും. അത് ഉച്ചയ്ക്ക് 2 മണിക്കായിരിക്കും ഇവിടേക്ക് പ്രതിഷേധ പരിപാടി ഉണ്ടായിരിക്കുക. അതിന് വലിയ സുരക്ഷ ഇവിടെ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിഷേധ സാധ്യതയൊക്കെ പോലീസ് കണക്കിലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷ മന്ത്രിയുടെ ഈ ഔദ്യോഗിക വസതിക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മന്ത്രി രാവിലെ ഇവിടെ നിന്നും അനക്സിലേക്ക് പോകും, ഓഫീസിലേക്ക് പോകും. അവിടെയും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുകയാണ്. അതിനിടെ തുടരെയായി ഇത്തരം വിവാദങ്ങൾ ആരോഗ്യ മേഖലയെ കേന്ദ്രീകരിച്ച് വരികയാണ്. നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കത്രിക സർജറിക്കിടെ മറന്നുവെച്ചു. അതിനപ്പുറം അവിടെ തീപിടുത്തമുണ്ടായി. ആലപ്പുഴയിലേക്ക് വന്നാൽ നവജാത ശിശുവിന് അവിടെ വലിയ ഗുരുതര പിഴവുണ്ടായി ചികിത്സയിൽ. അങ്ങനെ നിരന്തരമായ വിവാദങ്ങൾ ഉണ്ടാവുകയാണ്. മാത്രമല്ല, ഏറ്റവും ഒടുവിലായി 2 സംഭവങ്ങൾ. ഒന്ന്, ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്നു പറച്ചിലാണ്. അവിടെ സർജറിക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഇല്ല. അതിന് പിന്നാലെ ഈ ആശുപത്രിയിലേക്ക്, മെഡിക്കൽ കോളേജിലേക്ക് ഉപകരണങ്ങൾ എത്തിക്കുന്നു. ആദ്യം അതൊരു പ്രശ്നമല്ല എന്ന് ചൂണ്ടിക്കാട്ടുകയും മന്ത്രി പിന്നീട് അവിടെ അത്തരം സിസ്റ്റത്തിന്റെ വീഴ്ചയാണെന്ന് തുറന്നു പറയുകയുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു വലിയ ദുരന്തമുണ്ടായത്. അവിടെ ആദ്യഘട്ടത്തിലെ മന്ത്രിയുടെ പ്രതികരണം ചൂണ്ടിക്കാട്ടി തന്നെയാണ് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നത്. ആദ്യഘട്ടത്തിൽ ആരും ഉൾപ്പെട്ടിട്ടില്ല, ആരും ആ കെട്ടിടത്തിനടിയിൽ മന്ത്രിമാരുടെ ആ പ്രതികരണം തന്നെയാണ് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയതും. കുറച്ചും കൂടി പക്വമായി ആ സമയം പ്രതികരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്രയും വലിയ രീതിയിലേക്ക് ഈ പ്രതിഷേധ പരമ്പര എത്തില്ലായിരുന്നു.